പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആൻസന വണ്ടൂർ. ശുദ്ധി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇൻഷാ അല്ലാഹ്. വിശ്വാസത്തിന്റെ പകുതിയാണ് ശുദ്ധി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കേവലം കുളിക്കുന്നതോ വസ്ത്രം കഴുകുന്നതോ മാത്രമല്ല ശുദ്ധി, മറിച്ച് ശരീരവും വസ്ത്രവും പരിസരവും മനസ്സും ഒരുപോലെ നിർമ്മലമായിരിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇത്തരത്തിൽ ശുദ്ധി പാലിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്ത അവൻ അവരെ സ്നേഹിക്കുന്നു എന്നതാണ്. തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ സ്നേഹിക്കുന്നു, ശുദ്ധി പാലിക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 222 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇത്തരത്തിൽ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഈ സൂക്തത്തിൽ അള്ളാഹു 2 വിഭാഗങ്ങളെയാണ് ചേർത്ത് പറയുന്നത്: പശ്ചാത്തപിക്കുന്നവരെ തൗവാബീൻ, ശുദ്ധി പാലിക്കുന്നവരെ മുതതഹിരീൻ. മനസ്സിനെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതാണ് തൗബയെങ്കിൽ ശരീരത്തെയും വസ്ത്രത്തെയും അഴുക്കുകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതാണ് തഹാറത്ത്. വുളു ചെയ്യുമ്പോൾ നമ്മുടെ അവയവങ്ങളിലൂടെ വെള്ളം ഇറ്റുവീഴുന്നതോടൊപ്പം ആ അവയവങ്ങൾ ചെയ്ത പാപങ്ങളും കൊഴിഞ്ഞു പോകാറുണ്ടെന്ന് ഹദീസുകളിൽ കാണാം. ശുദ്ധിയോടെ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നത് എത്ര വലിയ അനുഗ്രഹമാണല്ലേ. ശുദ്ധി എന്നത് ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ പൊടി പടർന്നാൽ അതിൽ തെളിയുന്ന രൂപം വ്യക്തമാകില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിലും അഴുക്കുകൾ നിറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രകാശം പ്രതിഫലിക്കില്ല. കണ്ണാടി തുടച്ചു വൃത്തിയാക്കുമ്പോൾ അത് തിളങ്ങുന്നത് പോലെ ശുദ്ധി പാലിക്കുന്ന വിശ്വാസിയുടെ മുഖത്തും ഹൃദയത്തിലും ഒരു പ്രത്യേക തെളിച്ചമുണ്ടാകും. ശുദ്ധിയുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് വണ്ടുകൾ ആകർഷിക്കപ്പെടുന്നത് പോലെ ശുദ്ധിയുള്ള വിശ്വാസിയിലേക്ക് മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. മദീനയിലെ ഖുബാ പള്ളിയിലെ നിവാസികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പുകഴ്ത്തിയിട്ടുണ്ട്. അവിടെ ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്. ശുദ്ധി പാലിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. സൂറത്ത് തൗബയിലെ 108 വചനമാണിത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, നിങ്ങളെ അള്ളാഹു ഇത്രയധികം പുകഴ്ത്താൻ കാരണം എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ മലമൂത്ര വിസർജനത്തിന് ശേഷം വെള്ളം ഉപയോഗിച്ച് അതീവ ശുദ്ധി വരുത്താറുണ്ട്. സാധാരണയായ ഈ ഒരു പ്രവൃത്തി പോലും അതീവ ജാഗ്രതയോടെ ചെയ്തപ്പോൾ അവർ അള്ളാഹുവിന്റെ സ്നേഹത്തിന് അർഹരായി. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈ കഴുകുക, പല്ല് വൃത്തിയാക്കുക, വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കുക എന്നിവയെല്ലാം ആരാധനയുടെ ഭാഗമാണ്. അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വൃത്തിഹീനമായി നടക്കുന്നത് വിശ്വാസിക്ക് ചേർന്നതല്ല. നിങ്ങളുടെ ശരീരം അള്ളാഹു നൽകിയ അമാനത്താണെന്നും അത് ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നും ഓർക്കുക. എപ്പോഴും വുളു നിലനിർത്താൻ ശ്രമിക്കുക. വുളു വിശ്വാസിയുടെ ആയുധമാണ്. അത് നിങ്ങളെ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുന്നതാണ്. മനസ്സിന് ശാന്തി നൽകുകയും ചെയ്യും. ശുദ്ധിയുള്ള ശരീരം ആരോഗ്യകരമായ മനസ്സിനെ വളർത്തുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.